KSRTC പെൻഷൻ ലഭിക്കാത്തതിൽ മനംനൊന്ത് മുൻ ജീവനക്കാരൻ മരിച്ചു. കാട്ടാക്കട ചെമ്പനാക്കോട് ചോദ്യനിവാസിൽ എം സുരേഷ് മരിച്ചു എന്ന വാർത്ത കൂടിയാണ് ഇതിന്റെ ഒരു തുടർ വാർത്തയായി അന്വേഷിക്കുമ്പോൾ ലഭ്യമാകുന്ന ഒരു വിവരം. ഈ KSRTC പെൻഷൻ വിതരണത്തിൽ ഹൈക്കോടതി ഉത്തരവ് പോലും സർക്കാർ നടപ്പാക്കുന്നില്ല എന്നുള്ളതാണ്. സർക്കാർ നേരിട്ട് എല്ലാ മാസവും പെൻഷൻ നൽകണമെന്ന ഉത്തരവാണ് നിലവിലുള്ളത്. അത് നടപ്പാക്കുന്നതിലാണ് വീഴ്ച വരുത്തിയിരിക്കുന്നത്. സഹകരണ സംഘങ്ങളും പെൻഷൻ വിതരണം നിർത്തിയതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് പെൻഷൻകാരെല്ലാം. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ 4 പെൻഷൻകാരാണ് ആത്മഹത്യ ചെയ്തത്. വിവരങ്ങളുമായി രാജീവ് ചേരുന്നു. രാജീവ്, ഈ സുരേഷ് മരിച്ച പശ്ചാത്തലത്തിൽ കൂടിയാണ് നമുക്ക് ഈ വിഷയം ഒന്നുകൂടി ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഹൈക്കോടതി ഉത്തരവ് നിലനിൽക്കുകയാണ്, പക്ഷെ എന്താണ് സംഭവിക്കുന്നത് ഇപ്പോഴും? വീണ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമാണ് KSRTCയിൽ പെൻഷൻ വിതരണം പൂർണ്ണമായി മുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാസങ്ങളോളം പെൻഷൻ വിതരണം മുടങ്ങിയിരുന്നു. ഇതിനെ തുടർന്ന് 33-നടുത്ത് പെൻഷൻകാരാണ് ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായി. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയതോടെയാണ് സർക്കാർ ഈ പെൻഷൻ വിതരണം സഹകരണ സംഘങ്ങളെ ഏൽപ്പിച്ചത്. പിന്നീട് ഇങ്ങോട്ട് സഹകരണ സംഘങ്ങൾ വഴിയായിരുന്നു പെൻഷൻ നൽകി വന്നിരുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ പെൻഷൻ നൽകിയ വകയിൽ സഹകരണ സംഘങ്ങൾക്ക് നൽകാനുള്ളത് 1000 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നേരത്തെ നമ്മൾ പുറത്തുവിട്ടതുമാണ്. 1000 കോടി രൂപയ്ക്ക് മുകളിൽ സഹകരണ സംഘങ്ങൾക്ക് പെൻഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട നിലവിൽ സർക്കാർ നൽകാനുണ്ട്. ഈ കുടിശ്ശിക വരുത്തിയതോടെ ഈ സഹകരണ സംഘങ്ങൾ പെൻഷൻ നൽകുന്നതിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. സർക്കാർ നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും സഹകരണ സംഘങ്ങൾ ഇനിയും പെൻഷൻ നൽകാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ പെൻഷൻ വിതരണത്തിനായി പണം അനുവദിക്കാൻ തയ്യാറായില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺസോർഷ്യം ഒക്കെ രൂപീകരിച്ചായിരുന്നു സർക്കാർ ഈ പെൻഷൻ വിതരണം നടത്തി വന്നിരുന്നത്. അവിടെയാണ് വലിയ കുടിശ്ശിക സഹകരണ സംഘങ്ങൾക്ക് വരികയും സഹകരണ സംഘങ്ങളെ അത് വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യവും ഉണ്ടായി. ഇതോടെയാണ് സഹകരണ സംഘങ്ങൾ പൂർണ്ണമായും ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയത്. ഇതോടെ സർക്കാർ നേരിട്ട് പെൻഷൻ നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അവിടെയാണ് വീണ്ടും ഈ പെൻഷൻ വിതരണം കുടിശ്ശികയായിരിക്കുന്നത്. 3 മാസമായി KSRTC പെൻഷൻ കുടിശ്ശികയാണ്, ഇതുവരെ നൽകിയിട്ടില്ല. എന്ന് നൽകാൻ കഴിയും എന്നത് സംബന്ധിച്ച ഒരു ഉറപ്പും നിലവിൽ ഇതുവരെ സർക്കാർ നൽകിയിട്ടുമില്ല. ഇതോടെയാണ് ഈ കടുത്ത പ്രതിസന്ധിയിലേക്ക് പെൻഷൻകാർ എത്തിയത്. പലർക്കും ഈ മരുന്ന് വാങ്ങുന്നതിന് പോലും പണമില്ലാത്തൊരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത സുരേഷിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം പറയുന്നതനുസരിച്ച് മരുന്ന് വാങ്ങാൻ പോലും കഴിയാത്ത ഗതികേടിലാണ് ഈ പെൻഷൻകാർ ഉള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ആത്മഹത്യ തിരഞ്ഞെടുത്തതെന്ന് അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സമാനമായ സാഹചര്യത്തിൽ കൂടിയാണ് KSRTCയിലെ പെൻഷൻകാർ കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പലപ്പോഴും പെൻഷൻ മുടങ്ങുമ്പോൾ നമ്മളെ അവർ വിളിക്കാറുണ്ട്, എന്തെങ്കിലും തരത്തിലുള്ള വാർത്തകൾ നൽകി ഞങ്ങൾക്ക് പെൻഷൻ വാങ്ങി നൽകണമെന്നൊക്കെ അഭ്യർത്ഥിക്കാറുണ്ട്. അവർ പലരും പറയുന്ന പ്രശ്നം ഇത് തന്നെയാണ്. മരുന്ന് വാങ്ങാൻ പണമില്ല. മരുന്ന് വാങ്ങണമെങ്കിൽ ആരോടെങ്കിലും യാചിക്കേണ്ട ഗതികേട് വരെ ഈ KSRTC പെൻഷൻകാർക്ക് ഉണ്ടാകുന്നുണ്ട്. PSC പരീക്ഷ എഴുതി സർവീസിൽ കയറിയവരാണ് KSRTCയിലും ജോലി ചെയ്തിരുന്നത്. അവർക്കാണ് ഈ പെൻഷൻ പോലും ലഭിക്കാത്ത ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. 3 മാസമായി പെൻഷൻ മുടങ്ങുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഒരു അവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഏതായാലും അത്തരത്തിലുള്ളൊരു ഗതികേടിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ KSRTC പെൻഷൻകാരുടെ സംഘടന ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതിയിൽ ഈ കണക്കുകൾ കൃത്യമായി ഈ സംഘടന ബോധ്യപ്പെടുത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി സർക്കാർ തന്നെ നേരിട്ട് പെൻഷൻ നൽകണമെന്ന വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ ഈ വിധി വന്നതിന് ശേഷവും സർക്കാർ നേരിട്ട് KSRTC പെൻഷൻ നൽകുന്നില്ല. അതിൽ പോലും കുടിശ്ശിക വരികയാണ്. എല്ലാ മാസവും 7-ാം തീയതിക്ക് അകത്ത് KSRTCയിൽ പെൻഷൻ നൽകണമെന്നായിരുന്നു ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇത് ലംഘിക്കപ്പെട്ടതിന്റെ ഭാഗമായി ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് സെക്രട്ടറിയും ഒക്കെ ഹൈക്കോടതി വിളിച്ചു വരുത്തുന്ന സാഹചര്യം പോലും ഉണ്ടായി. തുടർന്നും ഈ ഗുരുതരമായ വീഴ്ച തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാർ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. KSRTC പെൻഷൻ അനുവദിക്കുന്നതിന് പണം നൽകുന്നതിലാണ് വലിയ വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുന്നത്. രൂക്ഷമായി സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ നേരിടുന്നതിന്റെ കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് KSRTCയിൽ ഈ പെൻഷൻ വിതരണം ഇങ്ങനെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത്. അത് പല ജീവിതങ്ങളെയും സാരമായി ബാധിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആത്മഹത്യ. ഏതായാലും ഈ 1.5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ 4 KSRTC പെൻഷൻകാരാണ് ആത്മഹത്യ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പലരും ആത്മഹത്യയുടെ വക്കിലാണ്. ആ രീതിയിലാണ് നമുക്ക് വിളികളൊക്കെ എത്തുന്നത്. ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാർത്തകൾ നൽകിയൊക്കെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പെൻഷൻ വാങ്ങി നൽകണമെന്ന ആവശ്യവുമായി അവർ വിളിക്കുന്നത് ഈ ഗതികേട് തുറന്നു പറഞ്ഞതുകൊണ്ട് തന്നെയാണ്. കാരണം പലർക്കും മരുന്ന് വാങ്ങാൻ പോലും പണമില്ല, നിത്യച്ചെലവിന് പണമില്ല എന്നൊക്കെ അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും സർക്കാർ ഇതിലൂടെ അനുകൂലമായ ഒരു സമീപനം ഇപ്പോഴും സ്വീകരിക്കുന്നില്ല. എന്ന് ഈ പെൻഷൻ മുടങ്ങിയ പെൻഷൻ നൽകാൻ കഴിയും എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും ഇപ്പോഴും ഇല്ല എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ധനവകുപ്പ് പണം അനുവദിക്കുന്നില്ല എന്നാണ് ഗതാഗത വകുപ്പ് പറയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഗതാഗത വകുപ്പ് പൂർത്തിയാക്കണമെന്ന് ധനവകുപ്പും പറയുന്നു. സംസ്ഥാനത്തെ ഒരു അവസ്ഥ നമ്മൾ പല ഘട്ടങ്ങളിലും ചർച്ച ചെയ്തതാണ്. രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് പോലും കടമെടുത്താണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓണക്കാലത്ത് ആനുകൂല്യങ്ങൾ എങ്ങനെ വിതരണം ചെയ്യും എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയും നിലവിൽ ധനവകുപ്പിനില്ല. ധനവകുപ്പിന് സ്വതന്ത്രമായ ഒരു അഡീഷണൽ സെക്രട്ടറിയെ പോലും കഴിഞ്ഞ ദിവസമാണ് നിശ്ചയിക്കാൻ കഴിഞ്ഞത്. രവീന്ദ്ര അഗർവാൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയതിനു ശേഷം ഒരു ധനകാര്യ സെക്രട്ടറി പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. കാരണം മുതിർന്ന IAS ഉദ്യോഗസ്ഥരൊന്നും ഈ ധനകാര്യ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ പോലും തയ്യാറായില്ല. ഒടുവിൽ കഴിഞ്ഞ ദിവസമാണ് ജയതിലകനെ ധനകാര്യ സെക്രട്ടറിയായി നിശ്ചയിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ആ രീതിയിൽ വലിയ പ്രതിസന്ധി ധനവകുപ്പ് നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഈ പെൻഷൻകാരുടെ ആത്മഹത്യ ഒരു സ്ഥലത്ത് വർദ്ധിക്കുന്നത്. അതേസമയം തന്നെ അത് പരിഹരിക്കാൻ ആവശ്യമായ ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. വീണ.
ശരി രാജീവ്, ഇപ്പോൾ രാജീവ് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ പെൻഷൻ ലഭിക്കാത്ത മനോവിഷമത്തിൽ സുരേഷ് ആത്മഹത്യ ചെയ്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഈ വിഷയം പരിശോധിച്ചൊരു